Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna Sigma Electronics Gallery എടവണ്ണപ്പാറ അരീക്കോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ. പ്രതിപക്ഷ നേതാവ് സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയിൽ പങ്കെടുത്ത് PV അൻവർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 30,000-ൽ-അധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് പറഞ്ഞു. നിലമ്പൂരിൽ പിണറായിസത്തിന്റെ അവസാന ആണി അടിക്കുമെന്നും അൻവർ പറഞ്ഞു. LDFന് അനുകൂലമായി വോട്ട് ചെയ്ത നിലമ്പൂരിലെ ജനങ്ങളോട് ഈ തോന്നിവാസം, ഈ അഴിമതി, ഈ ഗുണ്ടായിസം ഈ നാട്ടിൽ നടക്കുന്നു എന്ന് ജനങ്ങളോട് തുറന്നു പറയാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയാ ഞാൻ രാജിവെച്ചത്. ഇവിടെ വരാനിരിക്കുന്ന 26-ലെ തെരഞ്ഞെടുപ്പിന്റെ ആരംഭത്തിന്റെ പിണറായിസത്തിന്റെ ശവപ്പെട്ടിയുടെ അവസാനത്തെ ആണിക്കല്ല ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് മാറും. നിങ്ങൾ എഴുതി വെച്ചോ. 13-ാം തീയതി ഞാൻ രാജിവെക്കുമ്പോൾ തിരുവനന്തപുരത്ത് പത്രക്കാരോട് പറഞ്ഞത് 30,000 വോട്ടിൽ കുറയാത്ത വോട്ടിന് ഇവിടെ ഇടതുപക്ഷത്തെ തറപറ്റിക്കുമെന്നാണ്. അത് തറപറ്റിച്ചിരിക്കും. അതിന് പിന്നിലും മുന്നിലും നിൽക്കേണ്ടവരാണ് നിങ്ങൾ. ജനങ്ങൾക്കിതറിയാം. ജനങ്ങൾ വിളിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, അൻവറാക്കാൻ നിങ്ങൾ മുന്നോട്ട് പോയിക്കോ, ഞങ്ങൾ ഒപ്പമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് പുറത്തേക്ക് വരാൻ കഴിയാത്തത്? കണ്ണുരുട്ടും ഇവർ, റേഷൻ കാർഡ് വെട്ടും ഇവർ, ലൈഫ് പദ്ധതിയെ ലിസ്റ്റിൽ നിന്ന് ഇല്ലാതാക്കും ഇവർ, കുട്ടികളുടെ പഠനം തടസ്സപ്പെടുത്തും, കൊടുത്ത ലോണിന് ജപ്തി നോട്ടീസ് കൊടുക്കും. നാടാകെ ജപ്തിയില്ല. സംസ്ഥാനം തൊട്ട് ബ്രാഞ്ച് വരെ അഴിമതിയാണ്. കൈക്കൂലി കൊടുക്കാതെ ഒരു ഓഫീസിൽ, സർക്കാർ ഓഫീസിൽ നിങ്ങൾക്കൊരു നികുതി അടച്ചിട്ടുണ്ടോ? കിട്ടും. 10 പ്രാവശ്യം പോണം ഒരു നികുതി. വലിയ വർത്താനം മുഖ്യമന്ത്രി പറയുന്നുണ്ടല്ലോ. എന്ത് നീതിയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ ഗവൺമെന്റ് നൽകിയിട്ടുള്ളത്? എന്ത് നീതിയാണ്? ഒരു സർക്കാർ ഓഫീസിലും ജനങ്ങൾക്ക് കയറി ഇറങ്ങാൻ വഴിയാ. അധികാരത്തിന്റെ ഉദ്യോഗസ്ഥ ഭരണം. സഖാക്കൾക്ക് പാർട്ടി ഓഫീസിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കയറാൻ പറ്റില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞതാണ്. പോലീസ് സ്റ്റേഷൻ മാത്രമല്ല, പഞ്ചായത്ത് ഓഫീസ്, ഇതാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ അനുഭവിക്കുന്ന പ്രയാസം, ഉദ്യോഗസ്ഥന്മാരുടെ ധിക്കാരം, അഹങ്കാരം. തെരഞ്ഞെടുപ്പ് വരാതിരിക്കാനുള്ള ചില ശ്രമങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയെങ്കിലും ഇന്നലെ അത് പരാജയപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രീതിയിലാണ് പോകുന്നതെങ്കിൽ കോടതിയെ നമ്മൾ സമീപിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങണം. ഈ ഇരിക്കുന്നവർ 10 വോട്ട് പിടിച്ചാൽ 30,000 വോട്ട് ഉണ്ടാക്കാൻ, ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ജനം ഇവിടെ തന്നെയുണ്ട്. ഇത് ഈ നാടിന്റെ വികാരമാണ്. നിലമ്പൂരിന്റെ മാത്രമല്ല, കേരളത്തിന്റെ വികാരമാണ്. മലയോര കർഷകരുടെ വികാരമാണ്. ഇവിടെ നാടാകെ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ മദ്യമൊഴുക്കുകയാണ്. മയക്കുമരുന്ന് കച്ചവടക്കാരാണ്. ഞാൻ കൊടുത്ത പരാതിയിലെ ഒരു പരാതി, കേരളത്തിന്റെ പോലീസിന്റെ ഒരു വിഭാഗം ഈ മയക്കുമരുന്ന് സംഘങ്ങളുമായി കൂടി കച്ചവടം ചെയ്യുന്നു. അന്വേഷിക്കണം. അന്വേഷണം ഇതുവരെ അവിടെ പോയിട്ടില്ല. അമ്മമാരെ വെട്ടിക്കൊല്ലുന്നു മക്കൾ, അച്ഛനെ കുത്തിക്കൊല്ലുന്നു മക്കൾ. മക്കളെ ഭയപ്പെട്ടിട്ട് ബെഡ്റൂമിന് 4 ലോക്ക് വെച്ച വീടുകൾ ഈ നിലമ്പൂർ മണ്ഡലത്തിലുണ്ട്. അമ്മയെ ബലാത്സംഗം ചെയ്യുന്നു മക്കൾ, പെങ്ങളെ വ്യഭിചരിക്കുന്നു മക്കൾ. ആകണ എവിടെ എത്തി ഈ നാട്? ഒരിടപെടലുണ്ടോ ഗവൺമെന്റ്? എവിടെ എക്സൈസ് വകുപ്പ്? തെരഞ്ഞിട്ട് കാണാനുണ്ടോ? കേരളത്തിലെ അമ്മമാരുടെ ഈ പരാതി പരിഹരിക്കാൻ കുടുംബങ്ങൾ മുഴുവൻ താറുമാറാകുകയാണ്. യുവാക്കൾ മുഴുവൻ വഴിതെറ്റുകയാണ്. തിരുത്താൻ ആളില്ല, തടുക്കാൻ ആളില്ല, നോക്കാൻ ആളില്ല. അപ്പോഴും ഇവിടെ മദ്യശാലകൾ ഒഴുക്കാനും പുതിയ ബ്രൂവറികൾ കൊണ്ട് കേരളത്തിലെ മദ്യം കൊണ്ട് മൂടി കോടികൾ കൈക്കൂലി വാങ്ങി പണം നൽകി തെരഞ്ഞെടുപ്പിനെ മറികടക്കാൻ CPM നടത്തുന്ന ഈ നീക്കങ്ങൾ കണ്ടില്ല എന്ന് ഇനി നമുക്ക് കഴിയില്ല. അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മാനന്തവാടിയിൽ LDF ആയിരുന്നു ഭരിച്ചിരുന്നത്. അവിടെ ഒരു സീറ്റിന്റെ വ്യത്യാസത്തിനായിരുന്നു, LDF ഭരിച്ചിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ബെന്നി എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര മെമ്പർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നപ്പോൾ പറഞ്ഞു അവിശ്വാസം കൊടുക്കണം. അവിശ്വാസം കൊടുത്തു. LDFന്റെ ഭരണസമിതി പോയി. ഇപ്പോ 1 മണിക്കൂർ മുമ്പ് അവിടെ വോട്ടെടുപ്പായിരുന്നു. ആ വോട്ടെടുപ്പ് കഴിഞ്ഞു. LDFനെ പുറത്താക്കി UDFന്റെ ലക്ഷ്മി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ST പ്രതിനിധി അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്തിട്ട് ഇപ്പൊ 20 മിനിറ്റായി. അപ്പൊ തറവാട്ടേക്ക് വന്നപ്പോ ഒന്നും കൊടുന്നില്ല എന്നാരും പരാതി പറയണ്ട.
വിഷയം എത്രമാത്രം ഗൗരവമാണ് എന്ന് അറിയാത്ത ഒരൊറ്റയാളേ ഉള്ളൂ, അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. രണ്ടാമത്തെ ഒരാൾ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, കേരളത്തിൻ്റെ വനം മന്ത്രിയാണ്. 4 ദിവസം മുമ്പ് രാധയെ പുലി കടിച്ച് കൊന്ന് ശവശരീരം തെരഞ്ഞ് ജനങ്ങളാകെ ആ കാട് മുഴുവൻ പരതുമ്പോൾ ലോകത്തിൻ്റെ ചരിത്രത്തിൽ നമ്മളാരും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി കോഴിക്കോട് കടപ്പുറത്ത് പാട്ട് പാടുകയാണ്. എന്താ സദസ്സ്? ഫാഷൻ ഷോ. നിങ്ങൾ മനസ്സിലാക്കണം, 10-75 വയസ്സായിട്ട് ഇപ്പോഴും ഫാഷൻ ഷോയിൽ പോയി പാട്ട് പാടുന്ന അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ ഒരു മന്ത്രി തരം താണിരിക്കുന്നു. എന്താണ് ഈ ഒരു മെസ്സേജ്? ഏതൊരു ഘട്ടത്തിലാണ് പിണറായിയെ വിട്ട് ജനങ്ങളിലേക്ക് എനിക്ക് ഇറങ്ങേണ്ടി വന്നത് എന്നത്? എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോൾ ജനങ്ങളുടെ വിഷയങ്ങൾ ആവർത്തിച്ച് കത്തുകളിലൂടെയും അല്ലാതെയും മുഖ്യമന്ത്രിയെ നേരിട്ടും പാർട്ടിക്കും നിരവധി കത്ത് കൊടുത്തതാണ്. ഇവിടുത്തെ പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ന്യൂനപക്ഷ സമുദായത്തെ ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ മുന്നിൽ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ക്രിമിനലുകളുടെ ജില്ലയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു. ഒരു ബൈക്കിൽ 3 ആൾ പോയാൽ 3 ആളുടെ പേര് കേസ്. അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ 3.5 കൊല്ലമായി RSSന്റെ പണിയെടുക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഇതിനെതിരെയാണ് ഞാൻ സംസാരിച്ചത്. പോലീസ് പണം സമ്പാദിക്കുന്നു. ഇവിടുത്തെ സകലമാന കള്ളക്കേസുകളിലും കള്ളക്കടത്തിലും പോലീസുകൾ പ്രതിയാണ്. 8 വർഷക്കാലം ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും പിണക്കിയവനാ ഞാൻ, ഈ ജനങ്ങൾക്ക് വേണ്ടിയാ. അവസാനം നോക്കുമ്പോ കള്ളനും പോലീസും കൊള്ളക്കാരും എല്ലാം ഒരു സ്ഥലത്താണ്. ഒരു രക്ഷയില്ല. എല്ലാം അഴിമതി. പണമുണ്ടാക്കുന്നതിനുള്ള വേലകൾ ഉണ്ടാക്കുക. കേരളത്തിൽ UDF അധികാരത്തിൽ വരാൻ പോകുകയാണ്. 30,000-ൽ കുറയാത്ത വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ പിണറായി സത്തിന്റെ അവസാന ആണിയടിക്കും. പനമരത്തെ വിജയം തറവാട്ടിലേക്ക് കൊണ്ടുവന്ന എന്റെ സമ്മാനമാണെന്നും PV അൻവർ പറഞ്ഞു. പുതിയ സർക്കാർ ഈ വിഷയത്തെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യണമെന്ന് അൻവർ പറഞ്ഞു. 3.5 കൊല്ലമായി RSSന്റെ പണിയെടുക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് 8 വർഷം ഈ വേദിയിൽ ഇരിക്കുന്നവരെ പിണക്കിയവനാണ് ഞാൻ. നിലമ്പൂരിൽ LDFന് ആനുകൂലമായി വോട്ട് ചെയ്ത ജനങ്ങളോട് ഈ അഴിമതികൾ തുറന്നു പറയാനാണ് ഞാൻ MLA സ്ഥാനം രാജിവെച്ചത്. മലയോര സമരയാത്രയിൽ പങ്കെടുക്കാനുള്ള അവസരം താൻ ചോദിച്ചു വാങ്ങിയതാണെന്നും അൻവർ പറഞ്ഞു. Zara Gold Diamonds and Platinum CPA Complex CPA Junction എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ.